ഹലോ! ഇന്ന് കർണാടക സ്റ്റൈൽ ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അതിൻ്റെ പേരാണ് കോഡ്ബലെ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. യൂസ്ഫുള്ളായി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ഫീഡ്ബാക്കും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം 1 കപ്പ് അളവിൽ അരിപ്പൊടി എടുക്കുക. 2 ടേബിൾ സ്പൂൺ റവ, 2 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം. പിന്നീട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന അതിലേക്ക് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്ത് കൈകൊണ്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടത്തും ഒരുപോലെ മിക്സ് ആക്കി എടുക്കുക. ഈ പൊടികളെല്ലാം എല്ലായിടത്തും ഈവനായിട്ട് ആയി കിട്ടണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നത്. എന്നിട്ട് നമ്മളിതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലായിടത്തും വെള്ളം നനവായതിന് ശേഷം കൈകൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് വെള്ളം നനവ് എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ, ആ ഒരു പരുവത്തിലാക്കിയെടുക്കുക. അത്രയും അങ്ങ് സോഫ്റ്റ് ആവാൻ പാടില്ല, എന്നാൽ ഓവറായിട്ട് കട്ടിയായി പോകാനും പാടില്ല. അതാണ് കേട്ടോ കറക്റ്റ് പരുവം. അപ്പോൾ ഇങ്ങനെ ഒരു ചൂടുവെള്ളമൊക്കെ ഒഴിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല മണമാണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് പരുവം. ഇതൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇത് നമുക്ക് നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പാക്കി ആക്കിയെടുക്കണം. അതാണ് കുറച്ച് മെനക്കെടുന്ന പണി. ബാക്കിയുള്ള ഒന്നും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതേപോലെ നീളത്തിലാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതേപോലെ ഒരു ചെറിയ പോർഷൻ എടുക്കുക. ഇത് കൈകൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വളച്ച് വെച്ച് ആ രണ്ടറ്റവും ഇങ്ങനെ കൂട്ടി മുട്ടിക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു കോഡ്ബളയുടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള അത്രയും നമ്മൾ റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ നല്ലതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിടുക. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇതൊന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്ത് കോരണം. അത്രയേ ഉള്ളൂ. അങ്ങനെ നമുക്ക് നമ്മുടെ ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇപ്പോൾ ഇട്ട ഉടനെ തന്നെ നമ്മൾ തിരിച്ചിടാൻ ശ്രമിക്കരുത്. അപ്പോൾ ഇത് പൊട്ടിപ്പോവും. അങ്ങനെ ഇട്ട ഉടനെ തന്നെ നമ്മൾ തവി കൊണ്ട് ഇളക്കാൻ പാടില്ല. അപ്പോൾ ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടാക്കിയെടുക്കാം. ഫൈനൽ റിസൾട്ട് നമുക്കിവിടെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ കാണാനായിട്ട് ഈ ഒരു കളറാണ്. നമ്മൾ ഒരു തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറിലോട്ട് മാറും. ഇതാണ് കറക്റ്റ് കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റി ആയിട്ടുള്ള കോഡ്ബളയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.